കൂടുതൽ ജാഗ്രതാ നിർദ്ദേശങ്ങളടക്കം തീരദേശ മേഖലകളിൽ നൽകിയിട്ടുണ്ടെങ്കിൽ മലയോര മേഖലകളിലും ഇത്തരത്തിൽ മണ്ണിടിച്ചിൽ വ്യാപകമാകുന്നതാണ് അപകട ഭീഷണിയാകുന്നത്. അത്തരത്തിൽ മണ്ണിടിച്ചിലാണ് എറണാകുളം ജില്ലയിൽ സംഭവിച്ചത്. ഡാനി ഇപ്പോൾ ആണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. ഡാനി, നേരത്തെ നമ്മൾ ആ വീട്ടുടമസ്ഥന്റെ ഗൃഹനാഥന്റെ പ്രതികരണം നൽകിയതാണ്. ഭീകരമായൊരു അന്തരീക്ഷമായിരുന്നു ഉണ്ടായിരുന്നത് എന്നത് ആ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുകയും ചെയ്തിട്ടുണ്ട്. എങ്കിലും വലിയ അപകടം ഒഴിവായി എന്നതാണ് ഇപ്പോൾ തൃപ്തികരമാകുന്ന അല്ലെങ്കിൽ സമാധാനിക്കാൻ പറ്റുന്ന ഒന്ന്. ഈ വീടിനുള്ളിലെ ദൃശ്യങ്ങളടക്കം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മണ്ണ് ഇടിഞ്ഞ് വീടിനുള്ളിലേക്ക് ജനലിലൂടെയും വാതിൽപ്പാളികൾ തുറന്നുമൊക്കെ കടന്നു വന്ന ഒരു സാഹചര്യമുണ്ട്. അവിടെ വൃത്തിയാക്കുന്ന ഒരു പരിധിവരെയൊക്കെ വീട്ടുകാർ അത് വൃത്തിയാക്കിയെങ്കിൽ പോലും ഇപ്പോഴും അത് തുടരുകയും ചെയ്യുന്ന സാഹചര്യമാണല്ലോ ഉള്ളത്. എന്താണ് വിശദാംശങ്ങൾ? ഇന്നലെ രാത്രിയോടെയാണ് പള്ളിക്കര മുട്ടൻതോട്ടിൽ ജോമോന്റെ വീടിന് സമീപത്തെ ഈ വലിയ രീതിയിൽ മലയിടിച്ചിൽ ഉണ്ടായിരിക്കുന്നത്. ഇവിടെ വീടിനകത്തേക്ക് വലിയ രീതിയിലേക്ക് മണ്ണിടിഞ്ഞ് വീഴുന്ന നിലയിലാണ്. ഇനിയും അപകടം ഒരുപക്ഷെ അത് ഭീഷണി തുടരുന്നു എന്ന് തന്നെയാണ്. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ഈ വീടിന്റെ പിൻഭാഗത്തേക്ക് വലിയ രീതിയിലേക്ക് ഈ ചെമ്മണ്ണ് വലിയ പാറക്കെട്ട് പോലെ ഇവിടേക്ക് പതിക്കുകയായിരുന്നു. വീട് 7 വർഷം മുമ്പ് നിർമ്മാണം പൂർത്തിയാക്കിയതാണ്. ലൈഫ് മിഷൻ പദ്ധതിയിൽപ്പെടുത്തി നിർമ്മാണം പൂർത്തിയാക്കിയതാണ്. വീടിന്റെ പിൻഭാഗത്തേക്ക് ഇവിടെ വന്ന് ഇടിക്കുന്നു. വീടിനകത്തെ മുറിയും അതോടൊപ്പം തന്നെ വീടിന് മറ്റേ സ്വീകരണ മുറിയിലേക്കെല്ലാം തന്നെ മണ്ണും കല്ലും എല്ലാം തന്നെ അടിച്ചു കയറിയ ഒരു അവസ്ഥയിലാണ്. ഇന്നലെ രാത്രി തന്നെ ഇവിടെ നിന്ന് ഇവരെ മാറ്റിപ്പാർപ്പിക്കുകയും ചെയ്യുന്നു. ഫയർഫോഴ്സ് അടക്കം ഇവിടേക്ക് എത്തി, നാട്ടുകാരടക്കം എത്തി ഇവരെ ഇവിടെ നിന്ന് മാറ്റിപ്പാർപ്പിക്കുകയായിരുന്നു. ഇന്ന് രാവിലെ വന്നതിന് ശേഷമാണ് ഈ വീടിന് ഇത്രത്തോളം വലിയ രീതിയിലേക്ക് നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്ന കാര്യമെല്ലാം തന്നെ അവര് തിരിച്ചറിയുകയും ചെയ്യുന്നത്. ഇവരെ ഈ പ്രദേശത്ത് വലിയ രീതിയിലുള്ളൊരു മണ്ണിടിച്ചിൽ ഭീഷണിയോ കാര്യങ്ങളോ ഒന്നും അത്ര കാര്യമായിട്ട് ഇല്ലാതിരിക്കുന്ന ഒരു പ്രദേശമാണ്. പക്ഷേ ഇന്നലെ ഇത് സംഭവിച്ചു എന്നതാണ്. ഇവിടെ ഇയാൾക്കൊപ്പം തന്നെ കുടുംബത്തിനൊപ്പം 2 കുട്ടികളുണ്ട്. അവരുടെ പഠന കാര്യങ്ങളടക്കമുള്ള കാര്യങ്ങളുമായിട്ടാണ് ഇന്നലെ ഇവിടെ ഇവർ ഉണ്ടായിരുന്നതിന് ശേഷം ഇവിടെ ഇപ്പോൾ പൂർണ്ണമായും വൈദ്യുതി അടക്കം ഇപ്പോൾ വിച്ഛേദിച്ചിരിക്കുകയാണ്. ഈ പരിസരത്ത് വലിയ രീതിയിലുള്ള മണ്ണിടിച്ചിൽ ഭീഷണിയോ ഒന്നും തന്നെ നാളിതുവരെയും അടക്കം ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഇതിന്റെ ഒരു വീടിന്റെ അകത്തെ ഒരു അവസ്ഥ ഇതാണ്. സ്വീകരണ മുറിയിലേക്ക് അടക്കം ഇവിടേക്ക് ചെളിയും മണ്ണും എല്ലാം അടിച്ചു കയറിയിരിക്കുന്നു. പൂർണ്ണമായും തന്നെ അത് വാസയോഗ്യമല്ലാത്ത രീതിയിലേക്ക് മാറിയിരിക്കുന്നു. ഇത് അകത്ത മുറിയിലേക്ക് വന്ന ഈ മണ്ണും കല്ലും എല്ലാം തന്നെ അകത്തേക്ക് ഇടിച്ചു കയറിയിരിക്കുന്നു. നമുക്കൊപ്പം കുടുംബനാഥൻ കൂടി ചേരുന്നുണ്ട്. ഇന്നലെ രാത്രിയാണ് 10:30 ശക്തമായ മഴ. 10:30 നല്ല മഴയുണ്ടായിരുന്നു. ആ മഴ നല്ല മഴ പെയ്യുന്ന ചെറിയൊരു ശബ്ദം വന്ന് അപ്പൊ എന്ത് മണ്ണിടിഞ്ഞു പറഞ്ഞ് വൈഫ് പോയി ജനൽ തുറന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ ചെറുതായിട്ട് മണ്ണിടിഞ്ഞിരിക്കുന്നത്. ആ മണ്ണിന്റെ ശബ്ദം എന്ന് വെച്ചാൽ ഇവിടെ പുറത്തേക്ക് നോക്കിയിരിക്കുമ്പോഴും ഓൺലൈൻ പരീക്ഷ കഴിഞ്ഞ് കൊച്ചി ഇവിടെ വന്ന് നിൽക്കണേ, ഇളയവനവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ചോറ് ഇവിടെ എടുത്ത് വെച്ചാൽ ഞാൻ അവിടെ ഇരിക്കണേ. ചോറിനാ വാന്നും പറഞ്ഞ് ഞങ്ങളോട് ചോറിനാ വന്ന് നോക്കുമ്പോഴാണ് പിന്നെ എഴുന്നേറ്റ് ഇങ്ങോട്ട് പോകുന്ന ഒരു ചെളിയും മല വന്ന് ഇടിഞ്ഞ് 2 പേരും ചെളി കുളിച്ചിരിക്കണേ കുട്ടികള്. പിന്നെ വാതിലടച്ചിട്ടൊക്കെ ഇരുന്ന് അതും വലിച്ചു തുറന്ന് 2 പേരും പുറത്തേക്കാക്കി വിളിക്കും. ഇവിടെ തെറിച്ച് വീണേക്കണം. ചെളി വന്ന് തെറിച്ച് ഇവിടെ വീണ് പിന്നെ ഇവിടെയും വലിച്ചു നോക്കി പുറത്തേക്ക് ഓടിക്കഴിഞ്ഞും വാർക്കിടിഞ്ഞ് പൊളിഞ്ഞ് താഴത്തേക്ക് പോരണമെന്ന് അറിയില്ലല്ലോ. എന്താണ് സംഭവിക്കുന്നത് മനസ്സിലായി. കറണ്ടുമില്ല, കറണ്ട് പോയേക്കണ്. അപ്പൊ ഇരുട്ടി എങ്ങോട്ട് ഓടും. വർക്കണ പോനെങ്കിൽ നമുക്ക് പുറത്തേക്ക് ഓടിക്കും, റോഡിലേക്ക് ഓടിക്കോളം പറഞ്ഞ് അങ്ങനെ ഇവിടെ ഓർഡർ ചെയ്ത്. ഇതിനു മുമ്പ് ഇങ്ങനെ മണ്ണിടിച്ചിലോ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിട്ടുണ്ടോ? മണ്ണ് ഇവിടെ അങ്ങനെ ഇടിഞ്ഞിട്ടില്ല. അവിടെ ഇടിഞ്ഞ് വീണിട്ടുണ്ട്. ഈ മഴക്കാലം തുടങ്ങിയപ്പോ തന്നെ അവിടെ മരം ഉണ്ടായത്. മരം വീണ് അങ്ങനെ അതിന്റെ പൈപ്പാണ് ആ സൈഡിൽ കാണിക്കുന്നത്. അത്ഭുതമായിട്ട് ഓടി രക്ഷപ്പെടുമായിരുന്നു. അതെ. നേരത്തെ ഇടിഞ്ഞ് വീണപ്പോ ഇങ്ങനെ നോക്കി നിന്ന് ആ ഇരിപ്പില് വന്ന് തന്നെ എന്റെ മേത്തേക്ക് ആ ചെളി വീണ് ഞാൻ ഇവിടെ വീണത്. പിള്ളേരൊക്കെ ചെറിയവരോടൊക്കെ ഓടിക്കോന്ന് ഇങ്ങനെ പറഞ്ഞു. അങ്ങനെയാണ് എങ്ങോട്ട് വീഴൂന്നുള്ള ഒരു ഇത് പിടുത്തില്ല. മൊത്തത്തിലേക്ക് വീഴുന്നാണ്. അങ്ങനത്തെ ഇളകി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു.
രീതിയിൽ അത് അവരുടെ വാക്കുകൾ തന്നെയുണ്ട്. കാരണം ഒരു നിമിഷം കൊണ്ട് അവരുടെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് ആ വീട് തന്നെയാണ്. അതെല്ലാവരെയും അങ്ങനെ തന്നെയാണ്. ഒരു നിമിഷം കൊണ്ട് അത് ഇല്ലാതാകുന്ന ഒരു അവസ്ഥയിലേക്കടക്കം കാര്യങ്ങൾ വന്നിരിക്കുന്നു എന്നതാണ്. വീടിനകത്ത് ഈ സ്വീകരണ മുറി, ഇതിനകത്തെ കാര്യങ്ങളുമെല്ലാം തന്നെ പൂർണ്ണമായി തകർന്നിരുന്നത്. ഇതിനകത്തെ കിടപ്പുമുറി, അതിന്റെ ഒരു ദൃശ്യങ്ങളാണ്. ഇവിടേക്കാണ് ഈ മണ്ണും കല്ലും എല്ലാം തന്നെ ഇവിടേക്ക് വന്ന് പതിച്ചത്. അവിടെ അവരുടെ രേഖകളടക്കം എല്ലാം ഇത് മണ്ണിനടിയിൽ പെട്ട് കിടക്കുന്ന ഒരു അവസ്ഥയിലാണ്. അദ്ദേഹം പറഞ്ഞതുപോലെ, ജോമോൻ പറഞ്ഞതുപോലെ, ഇതിനകത്ത് ഈ ദുരന്തം ഇവർ സ്വീകരണ മുറിയിലേക്ക് ഇവിടെ നിന്ന് ഭക്ഷണമെല്ലാം കഴിഞ്ഞ് മുറികളിലേക്ക് പോയിരുന്നെങ്കിൽ തീർത്തും അപകടകരമായ ഒരു സാഹചര്യമായിരുന്നു പിന്നീട് സംഭവിക്കുക. കാരണം വീടിനകത്ത് നിന്ന് ഇറങ്ങി മാറാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് അടക്കം പോകുമായിരുന്നു. ഏതായാലും വലിയ ദുരന്തങ്ങളിലേക്ക് എത്താതെ തന്നെ ഇത് ഈ രീതിയിൽ സംഭവിച്ചു എന്നത് തന്നെയും അവർ ആശ്വാസത്തോടെ കാണുന്നു. കാരണം ജീവൻ രക്ഷപ്പെടാൻ അവർക്ക് സാധിച്ചിരിക്കുന്നു. എന്തായാലും ഇതിലിനി കൂടുതൽ എന്താണ് ചെയ്യാൻ കഴിയുക എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുകയാണെന്നാണ് ജില്ലാധികൃതരടക്കം പറഞ്ഞിരിക്കുന്നത്. കാരണം വീട് നഷ്ടമായിരിക്കുന്നു. അതിൽ ഇനി ആവശ്യമായ ഇടപെടലുകൾ അടക്കം വൈകാതെ ഇക്കാര്യങ്ങളിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഈ മേഖലയിൽ എത്രത്തോളം സുരക്ഷിതമാണ്, ഈ മണ്ണിടിച്ചിൽ ഭീഷണി നിൽക്കുന്ന ഇടങ്ങളിലെല്ലാം എത്രത്തോളം സുരക്ഷിതമാണ് എന്നത് സംബന്ധിച്ചുള്ള ഒരു പരിശോധനയും വൈകാതെ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ക്യാമറമാൻ മനോജിനൊപ്പം ഡാനി പോൾ, ന്യൂസ് 18 കൊച്ചി. ഡാനി പോളാണ് പള്ളിക്കരയിൽ നിന്നുള്ള ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത്. ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം അത്രമേൽ ഭയാനകമായ ഒരു സാഹചര്യത്തിലൂടെയായിരുന്നു ആ കുടുംബം കടന്നുപോയത്. എന്തായാലും